അപ്പോൾ മോഹമല്ലികയുടെ കുട്ടിക്കാല ജീവിതവും ഒന്ന് പറയാമോ? ഈ മോഹമല്ലിക എന്ന് പറയുമ്പോഴേ എല്ലാവരും ചോദിക്കും, ഇത് ചേച്ചി കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞല്ലോ. ഞാൻ ഈ ഇൻ്റർവ്യൂ വരുമ്പോൾ പേര് മാറ്റാൻ പറ്റുമോ? അത് ഈ സത്യം പറയുന്നവർക്കുള്ള പ്രശ്നം അതാണ്. നമുക്ക് എപ്പോഴും നേരായ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവേ ഉള്ളൂ. പലരും ചോദിക്കുന്നതാണ്, മറക്കാനാവാത്ത ഒരു ഓണം പറയൂ ചേച്ചി. അപ്പോൾ നമ്മളൊരു ഓണം പറഞ്ഞു. അടുത്ത വർഷം മറക്കാനാവാത്ത ഒരു, നമ്മൾ എല്ലാ വർഷവും ഓരോ ഓണം പുതിയത് വരുമോ, മറക്കാനാവാത്തതില്ല എന്ന് പറഞ്ഞാൽ. ഈ മോഹമല്ലിക എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന്, ഞങ്ങൾക്ക് 3 സഹോദരിമാരും ഒരു ബ്രദറുമാണ്. ചേട്ടൻ അമേരിക്കയിൽ എല്ലാവർക്കും അറിയാം, വലിയ ക്യാൻസർ ചികിത്സാ വിദഗ്ധനാണ്, WHO കൺസൾട്ടൻ്റാണ്, ഡോക്ടർ എം വി പിള്ള. ഒറ്റ ബ്രദറേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 2 ചേച്ചിമാരാണ് എനിക്ക്. അപ്പം ഞങ്ങളുടെയൊക്കെ പേര് സത്യം പറയുന്നത് തുടക്കത്തിൽ പ്രേമചന്ദ്രിക, രാഗലതിക, മോഹമല്ലിക. 10ാം ക്ലാസ്സിലെ SSLC ബുക്കിലൊക്കെ മോഹമല്ലികയാണ്. കുറേ കഴിഞ്ഞു, ഈ പറഞ്ഞ പോലെ ഇന്ദ്രൻ്റെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഈ ചേച്ചിമാർ ഞങ്ങളൊക്കെ ഇത് പറയും, വേണ്ട പ്രേമ. അപ്പം ഞങ്ങളിങ്ങനെ പറയും, അച്ഛാ എല്ലാം ഇനിയിപ്പോൾ ഈ പ്രേമവും രാഗവും മോഹമൊക്കെ മാറ്റിയിട്ടേ അച്ഛാ ഇങ്ങനെ അവരുടെ കൂടെ ഒരു പേരും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വിരോധമില്ല. ഞാൻ അങ്ങനെ ഇട്ടു. അതിങ്ങനെ ഈ സുഖമായിട്ട് ഇന്ദ്രജിത്തെന്നും പൃഥ്വിരാജെന്നും ഇട്ടതുപോലെ, അത് ഞാൻ പറയാറുണ്ട് പല ഇൻ്റർവ്യൂവിലും. അവിടെ ചെന്ന് കയറുന്നത് സൈനിക് സ്കൂളിൽ ചെന്ന് കയറുമ്പോൾ ഞാൻ പറയോ എന്തോ സുഖമായിട്ടാ ഇന്ദ്രജിത്ത്, അല്ല വേണ്ട സുകുമാരൻ ഇടാം. പണ്ട് എടപ്പാൾ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ നമ്മുടെ സുകുമാരൻ ഏത് സുകുമാരൻ എന്ന് ചോദിക്കും. അപ്പോഴും അത് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം കണ്ടുപിടിച്ച് പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ഇട്ടത്. അതുപോലെ ഞങ്ങളുടെ 3 പേരുടെയും പേര് ഇതായിരുന്നു ഒറിജിനൽ പേര്. ഇപ്പോൾ പക്ഷേ ചന്ദ്രിക മേനോൻ, ലതിക കർത്ത, മല്ലിക സുകുമാരൻ ആക്കി. അങ്ങനെ ഞങ്ങൾ തന്നെ അങ്ങ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പം അങ്ങനെ ആക്കിയതാണ്.